നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം ആർക്കായിരിക്കും? ക്ലബ് ഫുട്ബോൾ സീസൺ അവസാനിച്ചു. ഇനിയിപ്പോൾ UCL ഫൈനൽ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി വേൾഡ് കപ്പിൻ്റെ ഇയർ ആയതുകൊണ്ട് വേൾഡ് കപ്പിലെ പെർഫോമൻസ് കൂടി പരിഗണിക്കും ബാലൻഡിയോറിനെന്ന കാര്യം ഉറപ്പാണ്. ഏതായാലും ഇത്തവണത്തെ ബാലൻഡിയോറിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ. മറ്റൊന്നുമല്ല, ഇത്തവണത്തെ ബാലൻഡിയോർ കൊടുക്കാൻ പോകുന്നത് ഒക്ടോബർ 26-നാണ്. 2026 ഒക്ടോബർ 26-ന് ഇത്തവണത്തെ ബാലൻഡിയോർ സമ്മാനിക്കുമെന്ന് ഒഫീഷ്യലി അറിയിക്കുന്നു. അതോടൊപ്പം സുപ്രധാനമായൊരു മാറ്റം കൂടി അറിയിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമുക്കറിയാം ഇത് കൊടുക്കുന്നത് ഫ്രാൻസിൽ വെച്ചാണ്. ഫ്രാൻസിൽ പാരീസിൽ തിയേറ്റർ ഡു ചാറ്റ്ലെറ്റിൽ വെച്ചിട്ടാണ് ഈ ബാലൻഡിയോർ പുരസ്കാരം സമ്മാനിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ഫ്രാൻസിൽ നിന്ന് പാരീസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ലണ്ടനിൽ വെച്ചിട്ടാണ്, ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ വെച്ചിട്ടാണ് ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം സമ്മാനിക്കുന്നത്. അതിനൊരു കാരണവുമുണ്ട്. ഒഫീഷ്യലായിട്ട് ബാലൻഡിയോർ അറിയിക്കുന്നു, ദി ബാലൻഡിയോർ ഈസ് കമ്മിങ് ടു ലണ്ടൻ. A tribute to English footballer Stanley Matthews, the first winner in the history of Ballon d'Or 70 years ago. 70 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ ബാലൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയത് ഇംഗ്ലീഷ് താരമായ സ്റ്റാൻലി മാത്യൂസ് ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു ആദരം കൊടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരദാനം ഫ്രാൻസിൽ പാരീസിൽ വെച്ചിട്ടല്ല, മറിച്ച് അങ്ങോട്ടേക്ക് ലണ്ടനിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അതാണിപ്പോൾ ഒഫീഷ്യലി എന്തായാലും അറിയിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരമാണ് അറിയിക്കുന്നത്. ദി വിന്നർ ഓഫ് ദി 2 ബാലൻഡിയോർ അവാർഡ്സ്, അതായത് പുരുഷ വനിതാ വിഭാഗത്തിലെ ബാലൻഡിയോർ അവാർഡുകളുടെ വിന്നേഴ്സിനെ ഇൻ ഇറ്റ്സ് 70th എഡിഷൻ വിൽ ബി റിവീൽഡ് ഓൺ 26 ഒക്ടോബർ അറ്റ് സെറിമണി ദാറ്റ് ടെമ്പററിലി ലീവ്സ് പാരീസ് ഫോർ ലണ്ടൻ ആൻഡ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ടെമ്പററിലി പാരീസിൽ നിന്ന് ലണ്ടനിലേക്ക് പോവുകയാണ്. ആദ്യമായിട്ടാണ് ഇംഗ്ലണ്ടിൽ, ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പുരസ്കാര ചടങ്ങ് സംഘടിപ്പിക്കാൻ പോകുന്നത്. ഒക്ടോബർ 26-നാണ് ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരദാനം എന്നാണ് ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ബാക്കി വിവരങ്ങൾ ഇനിയും പുറത്തേക്ക് വരേണ്ടതുണ്ട്. നോമിനേഷൻ ലിസ്റ്റ് എന്ന് പ്രസിദ്ധീകരിക്കും. ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങളൊക്കെ പിന്നാലെ വരുന്നതിന് കരുതാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.